നിയമസമാധാന ഡ്യൂട്ടിക്കകത്ത് വെച്ച് സംഘർഷങ്ങളുണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസങ്ങളുണ്ടാക്കും, നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരാളെ കാത്തിരുന്ന് കുടുംബവുമായിട്ട് അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ കാത്തിരുന്ന് അദ്ദേഹത്തെ വകവരുത്താൻ ശ്രമിക്കുക, ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്നിട്ടും ഒരു കൂസലുമില്ലാതെ നടക്കുകയാണ് സർക്കാർ. അത് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കോൺഗ്രസിൻ്റെ അഭിപ്രായമല്ല, അദ്ദേഹം വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞായിരിക്കും. കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് മണിശങ്കർ അയ്യർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളല്ല. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു, സത്യമാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ്. പാർട്ടിയുടെ അഭിപ്രായങ്ങൾ തീർത്തും വ്യത്യസ്തമാണ്. അത് ഇന്നലെ AICC കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. പോലീസുകാർ ആളുകളെ മർദ്ദിക്കുന്നു എന്നുള്ളതായിരുന്നു. പോലീസുകാർ നടുറോഡിൽ കിടന്ന് അടി വാങ്ങിക്കുകയാണ്, റോഡിൽ കിടന്ന് അടി വാങ്ങിക്കുകയാണ്. കേസ് തിരിച്ചാണ് അവർക്ക് തന്നെയാണ്. അത് കേരളത്തിലിപ്പം പോലീസിൻ്റെ മുന്നിൽ കേരളത്തിലിപ്പോൾ ഒരു ഒറ്റ വിഭാഗം മാത്രമാണ് പ്രിവിലേജ്ഡ് ക്ലാസ് ഉള്ളത്. അത് CPMന് വേണ്ടി ഗുണ്ടാപ്പണി നടത്തുന്നവരും CPMൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കൊള്ള നടത്തുന്നവർക്കുമാണ്. അത്തരമാർക്ക് പ്രിവിലേജ് ഉണ്ട്. അവർക്ക് ഒരു കുഴപ്പമില്ല. അവർക്കെതിരെ നടപടിയെടുക്കാൻ ഏതെങ്കിലും പോലീസുകാരൻ പോയാൽ ആ പോലീസുകാരനെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഫാമിലിയായിട്ട് ഒരു സ്വകാര്യ സന്ദർശനത്തിന് പോകുന്ന പോലീസുകാരനെ ഒളിഞ്ഞിരുന്ന് അടിച്ച് തീർത്തുക എന്ന് പറഞ്ഞാൽ അതൊരൊറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ കഴിയുമോ നമുക്ക്? നിയമസമാധാന ഡ്യൂട്ടിക്കകത്ത് വെച്ച് സംഘർഷങ്ങളുണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസങ്ങളുണ്ടാക്കും, നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരാളെ കാത്തിരുന്ന് കുടുംബവുമായിട്ട് അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ കാത്തിരുന്ന് അദ്ദേഹത്തെ വകവരുത്താൻ ശ്രമിക്കുക, ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്നിട്ടും ഒരു കൂസലുമില്ലാതെ നടക്കുകയാണ് സർക്കാർ. ഒരു നടപടിയുമില്ല. എങ്ങനെ പോലീസുകാരുടെ വീര്യം ഉണ്ടാകും? പോലീസുകാർക്ക് എങ്ങനെ പോലീസുകാർ പ്രവർത്തിക്കും? സത്യസന്ധമായി നീതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പോലീസുകാരോട് നിങ്ങളത് ചെയ്യണ്ട, നിങ്ങൾ സഖാക്കൾ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി എന്നുള്ള മെസ്സേജല്ലേ? അതും ക്രിമിനലുകൾ ചെയ്യുന്ന പറഞ്ഞത് മാത്രം മതി എന്നുള്ള മെസ്സേജല്ലേ? ഇതൊന്നിൽ മാത്രമാണോ? TP ചന്ദ്രശേഖരനെ കൊന്നവരായാലും, ശരത് ലാൽ കൃപേഷിനെ കൊന്നവരായാലും, അതുപോലെ ഷുഹൈബിനെ കൊന്നവരായാലും കൊലയാളികൾക്ക് ജയിലിൽ കിട്ടുന്ന പരിരക്ഷ ഒക്കെ അറിയാം. അവരെല്ലാം പ്രിവിലേജ് ക്ലാസ്സാണ്. അവർ കൊലപാതകികളല്ല. അവർ മറ്റു പൗരന്മാരെക്കാൾ കൂടുതൽ പ്രിവിലേജ് അനുഭവിക്കുന്നവരായിട്ട് മാറിയിരിക്കുകയാണ്. ഈ നാട്ടിൽ നമ്മൾ മനസ്സിലാക്കുക, നിയമസമാധാനം എന്നൊന്ന് നടപ്പിലാക്കാൻ താല്പര്യമുള്ളൊരു പോലീസ് സംവിധാനത്തിലേക്കല്ല കേരള സർക്കാർ കൊണ്ടുപോകുന്നത്, മറിച്ച് അനാർക്കിയിലേക്ക് കൊണ്ടുപോകാനാണ്. അതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം ഒരു അന്ത്യം വരും ദിവസങ്ങളിൽ ഉണ്ടാവും. അത് എനിക്കറിയില്ല. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ആളുടെ മനസ്സിനകത്താണ് ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മൂലം വേദന ഉണ്ടായിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ വേദന ഉണ്ടായിരിക്കുന്ന സാഹചര്യമുള്ളത്. പല ഇടതുപക്ഷ ചിന്താഗതിക്കാരും ആ പാർട്ടിയിൽ നിന്ന് അഭിപ്രായം പറയുമ്പോൾ ആ പറയുന്നവർക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കുന്നവരെ എതിർക്കുന്ന പാർട്ടി നേതൃത്വത്തിലായിട്ട് കുറേ ആളുകൾ ആ പാർട്ടിയിൽ നിന്നും മാറാൻ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ വരുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും നല്ല രീതിയിലുള്ള.